കാലഘട്ടം മാറിയപ്പോൾ അതിന്റെ അർത്ഥവും മാറിയെന്നുള്ളതാണ്. അർത്ഥം മാറിയെന്നല്ല, ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്. മനസ്സിലാക്കാനുള്ള കഴിവും ആളുകൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ഇതിൽ വേറെ സംഭവമുണ്ട്. ഇത് മനസ്സിലാകാത്തൊന്നും അല്ല. ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കിന് ഇവനെ 2 പറഞ്ഞേക്കാം. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഒരു മീഡിയ ഉണ്ട് കമന്റ് ഇടാനും അഭിപ്രായം പറയാനും. അപ്പൊ അതിൽ അവിടെ വന്നേച്ച് തെറി പറയാം. എനിക്ക് തെറിയൊന്നും അറിയാത്ത ആളല്ലേ, ഇവക്കും അറിയാൻ തെറി. എന്റെ കോട്ടയത്തെ തെറിയൊക്കെ ചെവിയല്ലേ, കണ്ണു പൊട്ടിക്കും. പക്ഷെ നമ്മളത് പറയേണ്ടടുത്ത് പറയാവൂ, ഇല്ലേ? അപ്പൊ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്കിന് ഇപ്പൊ എന്റെ ഇത് വായിച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത്? മഞ്ജു വാര്യർ നല്ലതാണെന്നാണോ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ മോശമാണ്, മറ്റ് സ്ത്രീകൾ മോശമാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ നമ്മൾ അത് ക്ലാരിറ്റിയിൽ പറഞ്ഞു കൊടുക്കും, സുഹൃത്തെ അത് ഇന്നതാണ് മറ്റേ. അത്രേ ഉള്ളൂ. അതിന് ശേഷം ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡും ഇപ്പം എയറിലാണെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ എയറിലാണ് എന്ന് പറയാം. ഒരു ആൾക്ക് കൊടുത്ത മറുപടിയാണ് ഇപ്പം വോയിസ് റെക്കോർഡായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അതെന്തായിരുന്നു ചേച്ചിക്ക് കിട്ടിയ ഒരു മറുപടി? എന്തായിരുന്നു മറുപടി? എനിക്ക് ഫേസ്ബുക്കില്ല, അപ്പം ഞാൻ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ചേട്ടന് തെറി പറയുന്നുണ്ട് കുറച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തിനാ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ഒരാളെ തെറി വിളിക്കുന്നത് ഞാൻ സഹിക്കില്ല, അച്ഛനെ ആയാലും ബ്രദറിനെ ആയാലും. അപ്പം ഞാൻ അവരുടെ പറഞ്ഞു, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം വായിച്ചു നോക്കുക, അതായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ വെറുതെ ഒരാൾ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ എന്തിനാ അനാവശ്യമായിട്ട് തെറി പറയാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ചു. അതിന് അവർ തെറി പറഞ്ഞിട്ട് വോയിസ് അയച്ചത്. ഞാൻ ആരാണ് നിങ്ങളുടെ അടി നീയൊക്കെ വന്ന് ഇതിനകത്ത് ഇത് ചെയ്യുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോ? അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്, മനസ്സിലായോ? അവന്റെ കോണത്തിലെ മറ്റേ ഇത് പറഞ്ഞിട്ട് ഭാര്യനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ആരാ? ഞാൻ നിന്റെ പോസ്റ്റ് കമന്റ് ഇട്ടോ? നിന്റെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് ആണോ നീ? ആദ്യം സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്ക്. പറയാനുള്ളത് സ്വന്തമായിട്ട് അയാൾ പറയട്ടെ, കേട്ടോ? ആ ലെവലാദികള് കെട്ടിയവനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. അപ്പം ഞാൻ ഒറ്റൊരു വ്യക്തിക്ക് മാത്രം, അതായത് നമ്മളൊരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തെറി പറയണ്ട. കാരണം ഓൾറെഡി നമ്മൾ വേറെ ടെൻഷനിലായിരിക്കും. അപ്പം അങ്ങനെ എന്തിനാ പ്രാക്ക് വാങ്ങിയിട്ട് ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കുന്നത്? അപ്പം സാധാരണ ഞങ്ങളുടെ നാട്ടിൽ പറയും പാണ്ടിലോറി കയറി ചാവും, വെറുതെ ഇങ്ങനെ ഒരാളെ വേദനിപ്പിച്ചാലും ഞങ്ങൾ പറയും. അതുപോലെ അത് വരാൻ വേണ്ടിയിട്ടും അല്ല പറഞ്ഞത്. അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ. അവരത് എടുത്തിട്ട് നിങ്ങളൊന്നും ആലോചിക്കണം, കേരളം മൊത്തം എൻ്റെ ആ ഒരു വോയിസ് എടുത്തിട്ട്. അപ്പം ഞാൻ എന്താ പെണ്ണല്ലേ, ഞാൻ സ്ത്രീയല്ലേ, അപ്പം എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ? അത് അവരെടുത്തിട്ട് ഞാൻ പേഴ്സണൽ അയച്ചു. അവർ പബ്ലിക്കിൽ തെറിയിട്ടപ്പോൾ ഞാൻ പേഴ്സണൽ അയച്ചു. അവരത് മൊത്തം എടുത്ത് നാട്ടുകാർ മുഴുവൻ കേട്ട്. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ. ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫാണ്. നീയൊക്കെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക്. ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കണ്ടത്? അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്ക്, ഓക്കെ? പക്ഷെ അതുകൊണ്ട് നന്നായി, ഞാൻ ഫേമസ് ആയി. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല മാതൃഭൂമി ചർമ്മകോളത്തിലൊക്കെ പേര് വരുന്ന ഞാൻ ഓർത്ത്. അപ്പൊ ഇത് നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് എനിക്ക് സന്തോഷമായി. അതിന് അവരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ചേച്ചി ഇത്രയും പബ്ലിക്കിലേക്ക് വരുന്നത്, ഇത്രയും വർഷത്തിനോടിടയ്ക്ക്. ഇതിനു മുമ്പ് അധികം കണ്ടിട്ടേ ഇല്ല ആളെ. അല്ല, അവര് സാധാരണയായിട്ട് നമ്മുടെ കൂടെ എന്നെ സഹിച്ച് ഇങ്ങനെ ജീവിക്കാൻ പോവാന്ന് പറഞ്ഞ അങ്ങനെ നടന്ന് ഒരുത്തിയെ വരെ പുറത്തിറക്കി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വ്യക്തിയായിട്ട് നേരത്തെ മുൻപരിചയമോ എന്തെങ്കിലും? അതാ ഞാൻ ചോദിച്ചു അവരടുത്ത്. നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരാൾ. കാരണം ഒന്നാമത് എനിക്കിങ്ങനെ വൈറലാവാനും അല്ലെങ്കിൽ ഫേമസ് ആവാൻ അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ്റെ കൂടെ നടന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലാണ് സിനിമ എന്ന് പറയുന്നത്, അതുമായിട്ട് അത്രയും ബന്ധമുള്ള ആളായിരുന്നു അച്ഛനൊക്കെ. അപ്പൊ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ എല്ലാത്തതും മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല, ഒരാളെ കമന്റ് ഇടാനോ നെഗറ്റീവ് പറയാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ അത്രയും സഹിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ അതിനെ ആരായാലും ഞാൻ പ്രതികരിക്കും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.